സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വേസ് ടു മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ തേർഡ് പോർഷനാണ്. ഒരു വലിയ ലെങ്തി പോർഷൻ ആയതുകൊണ്ടാണ് നമുക്കിപ്പോൾ 3 പാർട്ട്, ഇനി കുറച്ചുകൂടി ഉണ്ട് നമുക്ക് പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കുക ഈ ലെസൺ. ഇത് നമ്മുടെ മാത്സിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള ലെസണാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സെക്കൻഡും പാർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അല്ലെങ്കിൽ ചാനൽ പ്ലേലിസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസ്സസ് നന്നായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ലെസണിലേക്ക് പോകാം. അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് പ്രാക്ടീസ് ടൈമിലേക്ക് പോയാൽ നമ്പർ 1. സുഖി വർക്ക്സ് ഓൺ എ ഫാം. ഹീ ഈസ് പെയ്ഡ് ₹98 ഫോർ 1 day. If he works for 52 days, how much will he earn? നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു ഡൗട്ട്, ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്റ്റെപ്പ് പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്യാനാണോ ഡിവൈഡ് ചെയ്യാനാണോ എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ദിവസത്തെ അതല്ലെങ്കിൽ ഒരെണ്ണത്തിൻ്റെ, അങ്ങനെ ഒരെണ്ണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ, ഒരാഴ്ചത്തെ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ വില തന്നിട്ട് കുറേ എണ്ണത്തിൻ്റെയാണ് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഈസി ആയിട്ട് ഓർക്കുന്നത്. ഒരെണ്ണത്തിൻ്റെ വിലയാണോ വലുത് അതോ കുറേ എണ്ണത്തിൻ്റെയാണോ? തീർച്ചയായിട്ടും കുറേ എണ്ണത്തിൻ്റെ അല്ലേ. അപ്പോൾ കുറേ എണ്ണത്തിൻ്റെ നമ്മൾ കാണണമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബിഗ് എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. ഇനി തിരിച്ചാണെങ്കിൽ ഒരു ബിഗ് എമൗണ്ട് നമുക്ക് തരുന്നുണ്ട്, എന്നിട്ട് ഒരെണ്ണത്തിൻ്റെയാണ് കാണാൻ പറയുന്നതെങ്കിൽ നമ്മൾ ഡിവിഷനിലേക്ക് പോകും. നമ്മൾ വരുന്നേ ഉള്ളൂ ഡിവിഷനിൽ. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തിൽ പറഞ്ഞിരിക്കുന്നത് സുഖി ഒരു ഫാമിൽ വർക്ക് ചെയ്യുന്നതാണ്. ഒരു ദിവസം അവന് 98 രൂപ കിട്ടും. അങ്ങനെയാണെങ്കിൽ 52 ദിവസം ജോലി ചെയ്താൽ എത്ര രൂപ കിട്ടും? സോ ഹി ഈസ് പെയ്ഡ് 98 ഫോർ വർക്കിംഗ് 1 day. സോ ഹി ഏൺ ഇഫ് ഹി വർക്ക് 52 days. അതാ ക്വസ്റ്റ്യൻ. അപ്പോൾ 52 × 98. 98 എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ശമ്പളം, 52 ദിവസം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 8 2s are 16, 6 remaining 1, then 5 8s are 40 plus this 1, എത്രയായി? 41. 4 1 6. ഇനി അടുത്തത് എന്താണ്? 52 നമ്മൾ 9 ഇൻറ്റു ചെയ്യുക അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ യൂണിറ്റ് പ്ലേസ് 0 കൊടുക്കണം. ഇപ്പുറത്തോട്ട് കയറ്റി എഴുതല്ല, പ്രോബ്ലം തെറ്റും. 9 2s are 18, 8 എഴുതി, റിമൈനിങ് 1, 9 5s are 45 plus 1 46. മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആഡ് ചെയ്തും എത്ര കിട്ടും? 5096. അപ്പോൾ 52 ദിവസം അവന് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ 5096, 5096 റുപ്പീസ് അവന് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹരിയ ടുക്ക് എ ലോൺ ടു ബിൽഡ് ഹിസ് ഹൗസ്. ഹി ഹാസ് ടു പേ ബാക്ക് ₹2750 every month for 2 years. How much will he pay back in 2 years? അതായത് ഹരിയ ലോൺ എടുത്തു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ ഒരു മാസം 2750 രൂപ ബാങ്കിലേക്ക് ലോൺ അടയ്ക്കണം. അങ്ങനെയാണെങ്കിൽ 2 വർഷം കൊണ്ട് അവൻ എത്ര രൂപ അടയ്ക്കേണ്ടി വരും? അപ്പോൾ ഒരു മാസമാണ് 2750 രൂപ. ഓർത്തോണം, ഒരു മാസം. ഇപ്പോൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ എത്ര മാസം അടയ്ക്കണം? നമുക്ക് 12 മാസം അടയ്ക്കണം. 2 വർഷം എന്ന് പറയുമ്പോഴോ 24 മാസമാണ് 2 വർഷം എന്ന് പറയുന്നത്. ഇപ്പോൾ അവന് 2750 രൂപ മാസം അടയ്ക്കണം. 2 വർഷത്തേക്കാണ് എടുത്തത്. ഇപ്പോൾ 2 വർഷം എന്ന് പറയുമ്പോൾ 24 മാസമാണ്. അപ്പം 2750 × 24. നമുക്ക് ഈ 0 ഇട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എല്ലാം ഒരു ചെയ്യാൻ പറ്റുന്നത് ആ 0 അവോയ്ഡ് ചെയ്യുകയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ എളുപ്പമുണ്ട്. ഇപ്പം 27 5 × 24 ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു 0 അങ്ങ് യൂണിറ്റ് പ്ലേസ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ 0 ക്യാരി ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് വരാതെ ഇരിക്കും. അപ്പോൾ എത്രയാണ് എമൗണ്ട് വരുന്നത്? 66,000 റുപ്പീസാണ് അവൻ 2 വർഷം കൊണ്ട് അടയ്ക്കുന്നത്. ഇനി ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന എല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ തന്നെത്താനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യലെന്നറിയാമോ? ഇത് നോക്കി എഴുതരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി മെത്തേഡാണ്.
ഇത് നോക്കി നിങ്ങൾക്ക് നോട്ട്ബുക്കിലേക്ക് പകർത്തോ, ഒരു കാരണവശാലും ചെയ്യില്ല. നിങ്ങളിത് കണ്ടിട്ട് വീഡിയോ കണ്ട ശേഷം തനിയെ ചെയ്ത് ശീലിക്കണം, എങ്കിൽ മാത്രമേ മാത്സ് നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ്, രത്നം ഈസ് എ മിൽക്ക് സെല്ലർ ഇൻ ദ സിറ്റി. ഹി സെൽസ് 13 liters ഓഫ് മിൽക്ക് എവറി ഡേ അറ്റ് ₹23 per liter. ഹൗ മച്ച് ഡസ് ഹി ഏൺ? ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കണക്കാണ്. നോക്കിയേ, രത്നം എന്താ ചെയ്യുന്ന പറയുമ്പോൾ 13 ലിറ്റർ ഓഫ് മിൽക്ക് ഒരു ദിവസം. അപ്പോൾ 1 ലിറ്ററിന് 23 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ കിട്ടും എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ 1 ലിറ്ററിന് 23 കിട്ടും. അവൻ എത്ര ലിറ്റർ പാലാണ് കൊടുക്കുന്നത് ഒരു ദിവസം? 13 ലിറ്റർ പാലാണ് കൊടുക്കുന്നത്. അപ്പോൾ 23 × 13, 23 × 13 എങ്ങനെയാണ് ചെയ്യുന്നത്? 3 × 3 ചെയ്യണം, ദെൻ 2 × 3. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്ലേസിൽ 0 കൊടുത്തോണ്ട് 10th പ്ലേസ് അല്ലേ? 10th പ്ലേസ് ഏതൊക്കെയാണ്? 3 × 1, 2 × 1. സോ 299 റുപ്പീസാണ് അവനെ ഓരോ ദിവസവും കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫാർമർ സെൽസ് 1 liter ഓഫ് മിൽക്ക് ഫോർ ₹11. ഇൻ 1 month he sells 210 liters ഓഫ് മിൽക്ക്. ഹൗ മച്ച് ഡസ് ഹി ഏൺ ഇൻ എ മന്ത്? ഒരു ലിറ്റർ പാലിന് 11 രൂപ വെച്ച് 210 ലിറ്റർ ഓഫ് മിൽക്ക് ഒരു മാസം വിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തേക്ക് അവൻ എത്ര രൂപ ഏൺ ചെയ്യും എന്നാണ് നോക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ മിൽക്കിന് 11 രൂപയാണ് വില. 210 ലിറ്റർ ഓഫ് മിൽക്കാണ് ഒരു മാസത്തേക്ക് അവൻ വിൽക്കുന്നത്. അപ്പോൾ 11 × 210. ഇവിടെ നിങ്ങളൊരു മിസ്റ്റേക്ക് ചെയ്യാനിടയുള്ളത്, ഒരു ദിവസത്തെ അല്ലേ 11 എന്നൊക്കെ, അപ്പോൾ ഒരു മാസം എന്ന് പറഞ്ഞാൽ 30 days ഇല്ലേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഒരു മാസത്തേക്ക് അവൻ 210 ലിറ്ററേ വിൽക്കുന്നുള്ളൂ, അല്ല ഒരു ദിവസം 210 വിൽക്കുന്നതെന്നല്ല പറഞ്ഞത്, മനസ്സിലായോ? അപ്പോൾ ആ ഒരു മാസത്തേക്ക് 210 ലിറ്റർ വിൽക്കുന്നു. 1 ലിറ്ററിന് 11 രൂപ വെച്ച്, അപ്പോൾ 210 × 11 എന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ പ്രോബ്ലം ചെയ്യാവൂ. നെക്സ്റ്റ്, എ കമ്പനി സെൽസ് 1 liter ഓഫ് പാക്കഡ് വാട്ടർ for ₹12. എ ഷോപ്പ് കീപ്പർ ബൈസ് 240 liters ഓഫ് പാക്കഡ് വാട്ടർ. ഹൗ മച്ച് ഡസ് ഹി പേ? അതായത് ഒരു പാക്കറ്റ് വാട്ടറിന് 12 രൂപ വെച്ച് 240-ന് എത്ര രൂപയാകും എന്നാണ് ചോദ്യം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ 240 × 12 എന്ന് നിങ്ങൾ ചെയ്താൽ മതി. അറിയാലോ, മൾട്ടിപ്ലിക്കേഷൻ തന്നെ ചെയ്യുക കേട്ടോ. 0 × 2, ദെൻ 4 × 2, ദെൻ 2 × 2. അത് കഴിഞ്ഞ് ടെൻസിൻ്റെ പ്ലേസിൽ എന്ത് ചെയ്യണം? ആദ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടെൻസിൻ്റെ പ്ലേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യൂണിറ്റ് പ്ലേസ് 0 കൊടുക്കുക. ദെൻ 0 × 1, 4 × 1, 2 × 1. നമുക്ക് 2880 എന്ന ആൻസർ കിട്ടും. Oh God, water costs more than milk. In the city, people buy water for ₹12 per liter. സിറ്റിയിലൊക്കെ പൈസ കൊടുത്തിട്ട് വെള്ളം വാങ്ങിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നമ്മളിനി ഡിവിഷനിലേക്ക്, മൾട്ടിപ്ലിക്കേഷൻ്റെ ഇത് നിർത്തിയിട്ട് നമ്മൾ ഡിവിഷനിലേക്ക് പോവാണ് കേട്ടോ. ഡിവിഷൻ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും നിങ്ങൾ പ്രത്യേക കാര്യം ഓർക്കുക, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുക. അതല്ലാതെ ഇതിന് വേറൊരു ഷോർട്ട് കട്ട് മെത്തേഡും ഇല്ല. നീ നോക്കിയേ, ഡോൾമ took a loan from a friend buy a moped for ₹9,588. She has to pay it back in equal amount in every month for 6 months. How much will she have to pay every month? She asked her children to calculate. ഡോൾമ ഒരു മോപ്പഡ് വാങ്ങിക്കുകയാണേ, 9,588 ആണ്. അപ്പോൾ ഓരോ മാസം ഈക്വൽ എമൗണ്ട് ആയിട്ട് 6 മാസം കൊണ്ട് ഇത് അവൾക്ക് ലോണ് അടച്ചു തീർക്കണം. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് അടച്ചു തീർക്കേണ്ടതെന്ന് അവിടെ കുട്ടികളോട് പറയുകയാണേ. ഇപ്പോൾ 2 കുഞ്ഞുങ്ങളും ചെയ്യുന്നുണ്ട്, 2 രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ കുട്ടി ചെയ്തിരിക്കുന്നത് 500ൻ്റെ വെച്ചാണ്. അപ്പോൾ ഇതൊരു വേ ആണ് കേട്ടോ. നമ്മൾ ഇങ്ങനെയല്ല, നോർമലി നമ്മൾ ഡിവിഷൻ ഇങ്ങനെയല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഇതൊരു വേ ആയിട്ട് നമുക്ക് പരിഗണിക്കാം. 500ൻ്റെ കുറേ നമ്പേഴ്സായിട്ട് എടുക്കുവാണേ. 500 × 6, 500 × 6 എന്ന് പറഞ്ഞാൽ എത്ര? 3000. രണ്ടും കൂടെ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 6588. അടുത്ത 500ൻ്റെ ടൈംസിൽ കാണുന്നു. 500 × 6 എത്ര കിട്ടും?
യെസ്, എഗെയിൻ 3000. പിന്നെ മൈനസ് ചെയ്യുന്നു, പിന്നെ 500 കൊണ്ട് ചെയ്യുന്നു, പിന്നെ മൈനസ് ചെയ്യുന്നു. പിന്നെ അടുത്തതാണ് 90 കൊണ്ട് ചെയ്യുന്നു. 90 ഇൻറ്റു 6 എത്രയാണ്? 48 എന്ന് വരുന്നുണ്ട്. 90 ഇൻറ്റു 6 9 ഇൻറ്റു 6 എത്ര? 54. 54 0. ഇപ്പം എത്രയായി? 540. പിന്നെ മൈനസ് ചെയ്യുക. 48 എത്രയാണ്? 8 6 48. അങ്ങനെ ഇത് ചെയ്യാം. ഇനി ഈ കുട്ടി എങ്ങനെയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ആദ്യമേ അവൻ 1000ൻ്റെ ടൈമിലാണ് ചെയ്തത്. അപ്പോൾ 1000 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 6000 എന്നാണ്. റിമൈനിങ് എത്ര വരുന്നത് നോക്കിയേ. 8 എഗെയിൻ 8 5 3 ഇത്രയല്ലേ വന്നേ. ഇനി അവന് 500 കൊണ്ട് ചെയ്തു എന്ന് വിചാരിക്കുക. 500 കൊണ്ട് 500 അപ്പോൾ എത്ര ചെയ്യും? 5 ഇൻറ്റു 6 അല്ലേ 500 ഇൻറ്റു 6 എത്ര വരുന്നേ? 3000 എന്ന് വരും. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 മൈനസ് 0 8 8 മൈനസ് 0 8 5 മൈനസ് 0 5 585. ഇനി ഇവൻ 90 കൊണ്ട് ചെയ്തു. 90 ഇപ്പം എത്രയായി? 9 ഇൻറ്റു 6 എത്ര കിട്ടും? 54. 5 4 0. മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? എഗെയിൻ 48. 48 വരുമ്പോൾ എന്താണ്? 8 അല്ലേ? പ്ലസ് 8 കൂടെ ചെയ്യണം. 8 ചെയ്യുമ്പോൾ 8 6 48. റിമൈൻഡർ എത്ര വരും? 0. അപ്പോൾ എത്ര കിട്ടി? ഇത് കണ്ടോ? 1000 പ്ലസ് 500 പ്ലസ് 90 പ്ലസ് 8 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് 500 കൂടെ ചേർത്ത് 1000 എന്ന് എഴുതി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി കുറച്ച് സോൾവ് ചെയ്യാനാണ്, പ്രോബ്ലംസ് ആണ്. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഈ ചെയ്ത മാതിരിയല്ല ചെയ്യുക കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡിവിഷൻ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ എഴുതേണ്ടതെന്ന് നമ്മളെപ്പോഴും ഡിവിഷൻ ചെയ്യുമ്പോൾ ഒരു ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇടുക. അത് പല രീതിയിലാണ് നമ്മൾ പലയിടത്തും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ കണ്ടോ ഇങ്ങനെയാണ് ഇടുന്നത്. നമ്മളതേ മെത്തേഡ് തന്നെ ഉപയോഗിക്കുകയാണേ. അതായത് ഇങ്ങനെ 4 2 2 8 എന്ന് പറയുന്ന സംഖ്യ എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ കിട്ടുന്ന ആൻസർ നമ്മൾ ഇപ്പുറത്തോട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. ഇവിടോട്ട് എഴുതുകയാണ്. ആൻസർ ഇവിടാണ് എഴുതുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ ടീച്ചർ പഠിപ്പിക്കുന്നത് അത് തന്നെ. ഇതിപ്പം നമുക്ക് ഇങ്ങനെയല്ല, ഈ ഒരു മെത്തേഡും പറ്റും. 4 2 2 8 ഡിവൈഡഡ് ബൈ 4. എന്നിട്ട് ആൻസർ നമുക്ക് ഇതിൻ്റെ ആൻസർ ഇവിടെ നമുക്ക് എഴുതാവുന്ന മെത്തേഡുമുണ്ട്. മനസ്സിലായോ? ഇതിപ്പം ഞാൻ ഇതിനകത്ത് സൈഡിലേക്കാണ് എഴുതിയിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ 4ൻ്റെ ആണ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു നമ്പർ എടുക്കുന്നു. ആദ്യത്തെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഡിവിഷൻ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഈ സൈഡിൽ നിന്നാണ് ചെയ്യുന്നത്, ലാസ്റ്റിലത്തെ സൈഡിൽ നിന്ന് ചെയ്യില്ല. അപ്പോൾ 4 1s 4നെ ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് 4നകത്ത് ചെയ്യാൻ പറ്റൂ. ഞാൻ ഒരെണ്ണം ചെയ്ത് കാണിക്കാം. 4 2 2 8 എന്ന് പറയുന്നതാണ് ആദ്യത്തെ സംഖ്യ. ഇതിന് ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കാണിക്കുവാണേ. അപ്പോൾ ആദ്യത്തെ സംഖ്യ നമ്മളെടുത്ത ഏതാണ്? 4. 4നകത്ത് എത്ര പ്രാവശ്യം ഉണ്ടോ? only 1 ടൈം അല്ലേ? 1 4s 4 ആണല്ലോ. ഇവിടെ നമ്മൾ മൈനസ് ചെയ്യുക. 4ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 0. അതിനുശേഷം അടുത്ത നമ്പർ നമ്മൾ താഴോട്ട് എഴുതുന്നു. ഏതാണ് അടുത്ത നമ്പർ? 2. 2വിനകത്തിൽ താഴോട്ട് എഴുതിയതാണ്, മൈനസ് ചെയ്ത് കിട്ടിയതല്ലെന്ന് ഓർത്തോണം. നമ്മൾ ഇവിടെ നിന്ന് ഒരു പ്ലേസ് താഴോട്ട് നീക്കിയതാണ്. ആ 2വിനകത്ത് 4 ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ മുകളിൽ നമ്മളൊരു 0 കൊടുത്തു ആൻസറിനകത്ത്. എന്തുകൊണ്ടാണ് 0 കൊടുത്തത്? നമുക്ക് 2വിനകത്തിൽ 4 ഇല്ല. ഒരു 2വിനകത്തും നമുക്ക് 4 എടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നിങ്ങളിപ്പം വിചാരിക്കും ഇങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ ഇപ്പം 4ൽ നിന്ന് ഒരു സംഖ്യ മൈനസ് ചെയ്ത് 2 കിട്ടിയെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ആ മൈനസ് ചെയ്ത സംഖ്യയല്ല, ഇതിനടുത്ത സംഖ്യയോട് ചേർത്ത് എഴുതുമ്പോൾ അതിനകത്തിൽ
തന്നിരിക്കുന്ന നമ്പർ എടുക്കാനില്ലെങ്കിൽ മാത്രമേ 0 കൊടുക്കാവൂ. അപ്പോൾ ഇവിടുത്തെ 2 താഴോട്ട് ഇറക്കിയപ്പോൾ ആ 2വിനകത്ത് നിന്ന് നമുക്ക് 4 എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്തു, 0 എടുത്തു. അടുത്തത് നോക്കി, അടുത്ത 2 കൂടെ എഴുതി. അപ്പോൾ എത്രയായി സംഖ്യ? 22. അവിടെ 0 കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്താ, നമുക്ക് 22വിനകത്തുനിന്ന് 4 എടുക്കാൻ പറ്റും. എത്ര എണ്ണം എടുക്കാൻ പറ്റും? 5 എണ്ണം എടുക്കാൻ പറ്റും. 5 4s are 20 അല്ലേ? ഇവിടെ മൈനസ് ചെയ്യുന്നു, എഗെയിൻ മൈനസ് ചെയ്യുമ്പോൾ 2 ആണ് കിട്ടുന്നത് അല്ലേ? ഇത് 0. ഈ 2വിനോട് 0 കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്താ കാര്യം? ഇത് നമ്മൾ മൈനസ് ചെയ്ത 2 ആണ്. പിന്നെ അടുത്തത് താഴോട്ട് നീക്കുന്ന ഏതാണ്? 8. 28 എന്ന സംഖ്യ വന്നു. 28 എത്ര പ്രാവശ്യം ഉണ്ടാ? 7 4s are 28. പിന്നെ 0 ആണ് വന്നത്. അപ്പോൾ ഇതിനകത്തിൽ നമ്മൾ പറയുന്ന വേർഡ്സ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. ഇതിൻ്റെ പേര് ഡിവൈസർ, ഇതിൻ്റെ പേര് ഡിവിഡൻറ്റ്, ഇത് കോഷ്യൻ്റ്, ഇത് റിമൈൻഡർ. അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യാനിട്ടിരിക്കുന്ന ഈ നമ്പർ ഡിവിഡൻറ്റ് എന്ന് പറയും. ഏത് സംഖ്യയാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, ഇത് ഡിവൈസർ. ആൻസർ കിട്ടുന്നതിന് എന്താ പറയുന്നത്? ആൻസർ കിട്ടുന്നതിന് കോഷ്യൻ്റ്, ബാക്കി വരുന്നതിന് റിമൈൻഡർ. മനസ്സിലായോ? അങ്ങനെ ഓരോന്നും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് സൈഡിലേക്ക് ഞാൻ ആൻസർ എഴുതിയിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് മുകളിൽ എഴുതാം. നിങ്ങളുടെ ടീച്ചർ എങ്ങനെയാണോ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെ തന്നെ. ഇവിടെ നമ്മൾ 22 കൊണ്ട് ചെയ്യുകയാണ്. 22 കൊണ്ട് നമുക്ക് 22ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഈ 22 എന്ന് പറയുന്ന സംഖ്യ ഒരു ലോജിക്കാണിത് കേട്ടോ. 22 നമുക്ക് 77 ആണ് തന്നേക്കുന്നത്. അപ്പോൾ 22വിനകത്തിൽ 22വിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഏകദേശം 77 വരണമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 66 വന്നല്ലേ? എന്നാൽ 22വിനെ നമ്മൾ 4 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 88. അപ്പോൾ 88 ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. അപ്പോൾ 66ൻ്റെ വരെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ 3 എടുത്തത്. 88 എന്ന് പറയുന്നത് ഈ 77ലേക്കാട്ടി വലിയൊരു സംഖ്യയാണ്. എപ്പോഴും അങ്ങനെ ഇതുപോലെയുള്ള നമ്പേഴ്സ് വരുന്നുണ്ടേ, അതായത് വലിയ വലിയ സംഖ്യകൾ വരുമ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാത്ത സംഖ്യകൾ വരുമ്പോൾ ഇങ്ങനെ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ആദ്യത്തെ രണ്ട് നമ്പർ എടുക്കുക. ആദ്യത്തെ 2 നമ്പർ എടുത്തിട്ട് ആ നമ്പറിൽ ഈ തന്നിരിക്കുന്ന ഡിവൈസർ എത്ര പ്രാവശ്യമുണ്ട്. ഇപ്പോൾ 67 അല്ലേ? 21ൽ എത്ര പ്രാവശ്യം ഉണ്ടാകും? നമുക്കൊരു 2 നോക്കാം. 242 അല്ലേ? പക്ഷെ അതിനെക്കാട്ടി കൂടുതലുണ്ട്. നമുക്കൊരു 3 നോക്കാം. 3 63 67 ഉണ്ടല്ലേ? അപ്പോൾ നമുക്ക് 21 × 4 നോക്കിയാലോ. 4 8 84 ഉണ്ടല്ലേ? അപ്പോൾ ഇത് പറ്റത്തില്ല, ഇതിനെക്കാട്ടി വലുതോ അല്ലേ? അപ്പം എന്താണ് ഇത്? ശരി, 21 × 3 ആണ് ഇവിടെ വരുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെ ഒരു ചെറിയ ലോജിക്കിലൂടെ നിങ്ങളിത് ചെയ്യുക കേട്ടോ. ഹൗ മെനി ടൈംസ്? ഇനിയും വേറെ ഇതുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. ഇതിനകത്തിൽ എന്തെങ്കിലും ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ടെങ്കിൽ. ഇനി ഹൗ മെനി ടൈംസ്, ഇനി എത്ര പ്രാവശ്യം എന്നാണ്. 976 ചിൽഡ്രൻ ആർ ഗോയിങ് ഫോർ ഓൺ എ പിക്നിക്. ഒരു പിക്നിക്കിന് കുറച്ച് കുട്ടികൾ വരും. 976 976. ആൻഡ് ഇഫ് 25 ചിൽഡ്രൻ ക്യാൻ ഗോ 1 ബസ്. ഒരു ബസ്സിൽ 25 കുട്ടികൾക്ക് പോകാൻ പറ്റും. ഹൗ മെനി ബസ് ഇറ്റ് നീഡ്? എത്ര ബസ് വേണം എന്നാണ് ക്വസ്റ്റ്യൻ. 2 രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. വി നീഡ് 39 ബസ് എന്നും വി നീഡ് 40 ബസ് എന്നും ഇട്ടിട്ടുണ്ട്. ഇതിലേതാണ് കറക്റ്റ് എന്ന് നോക്കാം. ഇത് ഒറ്റ നോട്ടം നമുക്ക് മനസ്സിലാവും. ഇവിടെ റിമൈൻഡർ തെറ്റല്ലേ? ഇവിടെ ഒരു റിമൈൻഡർ 1 വരേണ്ടതാണ്, അത് കിട്ടിയിട്ടില്ല. ഇതത് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഓരോന്നും ചെയ്ത് നോക്കാം. 20 × 25 500 മൈനസ് ചെയ്ത് 476 അഗെയിൻ 10. അപ്പോൾ എത്ര? 250. മൈനസ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 226. ഈ 226ന് 9 ആണ് നമ്മൾ എടുത്തേക്കുന്നത്. 9 × 25 വരുമ്പോൾ 215 ആണോ വരുന്നത് നമുക്ക് നോക്കാം. നോക്കിയേ, 25 × 9. 25 × 9 നമുക്ക് എത്ര കിട്ടുന്നത് നോക്കാം. × 9 5 4
18, 2 9s 18, 22 കണ്ടോ. അപ്പം ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എന്താണ്? ഇവിടെ 2 ആണ് വരേണ്ടത്, അവിടെ 1 ആണ് വന്നേക്കുന്നത്. അപ്പം ഡിവൈഡ് ചെയ്തത് മിസ്റ്റേക്കിലാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ റിമൈനിങ് ഒരു കുട്ടി വരുന്നുണ്ട് അല്ലേ, പക്ഷെ എന്നാലും 39 നമുക്കിവിടെ കിട്ടുന്നത്. 25 കുട്ടികൾ വെച്ച് ഒരെണ്ണത്തിൽ കയറുമ്പോൾ, ഒരു ബസ്സിൽ കയറുമ്പോൾ. ഹൗ മച്ച് പെട്രോൾ? ഇഷ ഹാസ് ₹1000 വിത്ത് ഹെർ. ഷി വാണ്ട് ടു ബൈ പെട്രോൾ. 1 liter of petrol costs ₹47. How many liters can she buy? മണി, ഇഷയുടെ കയ്യിലുള്ള പൈസ എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. 1 ലിറ്ററിന് 47 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 1000 രൂപയ്ക്ക് അവൾക്ക് എത്ര ലിറ്റർ പെട്രോൾ വാങ്ങിക്കാൻ പറ്റും എന്ന് കണ്ടുപിടിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ സിറ്റിയിൽ വന്നാൽ അവൾക്ക് എത്ര പെട്രോൾ വാങ്ങിക്കാൻ പറ്റും ഈ 1000 രൂപയ്ക്ക്. അപ്പോൾ ഈ 1000 47 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. 1000 ഡിവൈഡഡ് ബൈ 47. നമ്മളിവിടെ മെത്തേഡ് സെയിം ആണ് കേട്ടോ. ആദ്യത്തെ സംഖ്യയ്ക്കകത്ത് നിന്ന് നമുക്ക് 47 എടുക്കാൻ പറ്റത്തില്ല. 2 സംഖ്യ എടുത്തു, അതിനകത്തൊന്നും പറ്റത്തില്ല. പിന്നെന്ത് ചെയ്തു? 3 സംഖ്യ എന്ന് പറയുന്ന സംഖ്യ എത്രയാണ്? 100. 100-നകത്തിൽ 47 എത്ര പ്രാവശ്യമാണെന്ന് നോക്കണം. അതിന് 47 × 2 ചെയ്ത് നോക്കാം. 1494. ഇനി 47 × 3 ചെയ്താൽ 100-നുള്ളിൽ വരുമോ നോക്കാം. 21 2 വരുമോ? ഇല്ല, വലിയൊരു സംഖ്യയല്ലേ. അപ്പോൾ ഇതാണ് കറക്റ്റ്. 2. അപ്പോൾ 2 വന്നു. 2 × 47 നമുക്ക് എത്ര കിട്ടിയത്? 94. മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ 6 കിട്ടും. പിന്നെ അടുത്ത സംഖ്യയോട് നമ്മൾ താഴോട്ട് ഇറക്കി എഴുതി. 47 × 2 എന്ന് പറഞ്ഞാൽ 94 വരും. പക്ഷെ നമുക്ക് 94 ഇല്ല, 60 ഉള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യമേ പറ്റൂ. തമ്മിലുള്ള മൈനസ് ചെയ്ത് റിമൈൻഡർ 13 കിട്ടുകയും ചെയ്യും. അപ്പോൾ അവർക്ക് 21 ലിറ്റർ പെട്രോളും വാങ്ങിക്കാം, പിന്നെ 13 രൂപ ബാക്കിയും കിട്ടും. നിങ്ങളുടെ സിറ്റിയിൽ എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയണമല്ലേ? നിങ്ങളുടെ സിറ്റി വരുമ്പോൾ എത്ര ലിറ്റർ വാങ്ങിക്കും എന്ന് അറിയണേ. നിങ്ങളുടെ സിറ്റിയിൽ പെട്രോളിന് എത്ര വിലയെന്ന് നോക്കണം. ഇവിടെ 47 ആയിരുന്നു. നിങ്ങളുടെ സിറ്റിയിലെ വില ഇവിടെ ഇട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. ചിൽഡ്രൻസ് ഡേ. Children are happy today. They are celebrating Children's Day. Each child will given 4 colored pencils from school. The school has got 969 pencils. To find out how many children can get pencils, the teacher asked them to divide. മൊത്തത്തിൽ 969 ഉണ്ട്. ഇനി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണേ. 4 കളേർഡ് പെൻസിലാണ് ഉള്ളത്. അതിനെ 2 പേര് ഡിവൈഡ് ചെയ്യുവാണേ. കണ്ടോ, 2 പേര് ഡിവൈഡ് ചെയ്ത രീതിയാണ്. ഒരാൾ 100 കൊണ്ട് ചെയ്തു. 100 × 4 400. വീണ്ടും 100 കൊണ്ട് ചെയ്തു. 100 × 4 400. മൈനസ് ചെയ്തു. പിന്നെ എത്രയാണ്? 2 കൊണ്ട് 2 × 4 ചെയ്തു. ഇനി ശ്രീനീസ് വേ. ശ്രീനി ഈ 100 100 കൊണ്ട് ചേർത്ത് 200 ഒരുമിച്ചെടുത്തു. 200 × 4 800. മൈനസ് ചെയ്തു 169. 40 ചെയ്താൽ എത്ര വരും? 40 × 4 160. മൈനസ് ചെയ്തു 9. 2 4s 8. റിമൈനിങ് 1 ഉണ്ടോ. 2 പേരും ഡിവൈഡ് ചെയ്തു. 2 രീതിയിലാണേലും ആൻസർ 1 നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഈ ഒരു പാർട്ട് ഇവിടെ തീരുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.